ഇതുപോലെ തന്നെ എല്ലാ ലെഡ്ജറുകളും ടാഗ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെയാണ് കോമൺ ടാക്സ് ലെഡ്ജറിന്റെ റേറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ സെപ്പറേറ്റ് ടാക്സ് ലെഡ്ജർ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതുപോലെ ഓരോ പെർസെന്റേജിനും ലെഡ്ജർ ടാഗ് ചെയ്ത് കൊടുക്കണം. അത് സെപ്പറേറ്റ് ആയിട്ട് ടാഗ് ചെയ്ത് കൊടുക്കണം. ലെഡ്ജർ ക്രിയേറ്റഡ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട്. ഇപ്പൊ CGSTയുടെയും IGSTയുടെയും എല്ലാത്തിന്റെയും ലെഡ്ജർ സെപ്പറേറ്റ് ആയിട്ട് ടാഗ് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ ഈ 5% കൊടുത്തതുപോലെ എല്ലാത്തിന്റെയും ലെഡ്ജർ ക്രിയേറ്റഡ് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. ക്രിയേറ്റഡ് ആണെങ്കിൽ റൈറ്റ് സൈഡിൽ ലിസ്റ്റ് ആയിട്ട് വരും. സേവ് ചെയ്തതിന് ശേഷം ഫോൾഡർ ഡയറക്ടറി എന്നുള്ള ഓപ്ഷൻ കാണും. അതില് ഏത് ഫോൾഡറിലാണ് നമ്മുടെ എക്സൽ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ എക്സൽ പാത്ത് നമ്മൾ കോപ്പി ചെയ്യണം. എക്സൽ പാത്ത് കോപ്പി ചെയ്തതിന് ശേഷം ഫോൾഡർ ഡയറക്ടറിയുടെ അവിടെ പേസ്റ്റ് ചെയ്യുക, എൻ്റർ അടിക്കുക. അത് എക്സൽ ഏതാണെങ്കിൽ ആ എക്സൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. എക്സൽ സെലക്ട് ചെയ്തതിന് ശേഷം എൻ്റർ അടിച്ച് കഴിയുമ്പോൾ എക്സൽ ഫയൽ പാത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ഫിൽ ആവുന്നതാണ്. എക്സലില് 2A എടുക്കുന്നത് B2B എന്നുള്ള ഷീറ്റിലാണ്. അപ്പോൾ ആ B2B എന്നുള്ള ഷീറ്റാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം സ്റ്റാർട്ടിംഗ് റോ 7 കൊടുക്കണം. എക്സൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും 7 മുതലാണ് നമ്മുടെ ഡാറ്റ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ 7 കൊടുക്കുക. വൗച്ചർ ടൈപ്പിന്റെ അവിടെ പർച്ചേസ് കൊടുക്കുക. റൗണ്ട് ഓഫിന്റെ അവിടെ റൗണ്ട് ഓഫ് എന്നുള്ള ലെഡ്ജർ ടാഗ് ചെയ്ത് കൊടുത്ത് എൻ്റർ അടിച്ച് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇമ്പോർട്ട് ആവും. ഇനി നമ്മളത് ചെക്ക് ചെയ്ത് നോക്കാം ടാഗിൽ കറക്റ്റ് ആയിട്ടല്ല കയറിയേക്കണമെന്നുള്ളത്. ഡിസ്പ്ലേ അക്കൗണ്ട് ബുക്സ് പർച്ചേസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒക്ടോബറിലത്തെ ഡാറ്റയാണ് നമ്മളിപ്പോൾ ഇമ്പോർട്ട് ചെയ്തത്. അത് മുഴുവനായിട്ട് ഇപ്പൊ കയറിയിട്ടുണ്ട്. അതിൽ വേണമെങ്കിൽ ഒരു എൻട്രി എടുത്ത് കാണിച്ചു തരാം. എൻട്രി എടുത്ത് നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് ഇതുപോലെ സക്സസ്ഫുൾ ആയിട്ട് കയറിയിട്ടുണ്ട്. ഇത്ര സിംപ്ലസ്റ്റ് മെത്തേഡിലൂടെ നമുക്ക് 2A ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും.